ജനപ്രിയ സംസ്കാരം 18-19 നൂറ്റാണ്ടുകളിൽ സാമൂഹിക കാഴ്ചപ്പാടുകളിൽ ആഴത്തിൽ നടന്ന വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ജനപ്രിയ സംസ്കാരമെന്ന സങ്കല്പത്തിൻ്റെ വേരുകൾ. വിക്ടോറിയൻ കാലഘട്ടത്തിൽ തന്നെ ഇംഗ്ലണ്ടിൽ ജനപ്രിയ സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിച്ചിരുന്നു. 19-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് കവിയും സംസ്കാര നിരൂപകനുമായ മാത്യു അർണോൾഡ് ജനകീയ സംസ്കാരത്തെക്കുറിച്ച് വിമർശനാത്മക വീക്ഷണം പുലർത്തിയിരുന്നു. ബൗദ്ധികവും ധാർമ്മികമായ വികസനം വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിൽ ഉന്നത സംസ്കാരം അല്ലെങ്കിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ചത് എന്നതിൻ്റെ പ്രാധാന്യത്തിൽ അദ്ദേഹം വിശ്വസിച്ചു. വ്യാവസായികവൽക്കരണവും വികസിപ്പിച്ചെടുത്ത ജനകീയ സംസ്കാരത്തിൻ്റെ വ്യാപനം ഈ ഉയർന്ന ആശയങ്ങൾ തകർച്ചയിലേക്ക് നയിക്കുമെന്ന് അർണോൾഡ് ആശങ്കാകുലനായിരുന്നു. അർണോൾഡിന് മുമ്പ് കോൾറിഡ്ജിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റിലും തോമസ് കാരോളിൻ്റെ സയൻസ് ഓഫ് ടൈംസിലും സംസ്കാരത്തെക്കുറിച്ചുള്ള ചിന്തകൾ കാണാം. എന്താണ് ജനപ്രിയ സംസ്കാരം എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. റെയ്മണ്ട് വില്യംസ് ഈ സങ്കല്പത്തിന് 4 വിവക്ഷകൾ നൽകുന്നു. ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്നത് എന്നും, മറ്റൊന്ന് തരം താണ സൃഷ്ടികൾ, ഇനിയൊന്ന് ജനങ്ങളുടെ പ്രീതി പഠിച്ചുപറ്റാൻ രൂപപ്പെടുത്തുന്നത്, ഇനി ഒരെണ്ണം ജനങ്ങൾ തന്നെ അവർക്ക് വേണ്ടി രൂപപ്പെടുത്തുന്നത് എന്നിങ്ങനെ. അപ്പോൾ വില്യംസിൻ്റെ അഭിപ്രായത്തിൽ 4 വിവക്ഷകളാണ് ജനപ്രിയ സംസ്കാരത്തിനുള്ളത്. ഒന്നാമതായി ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്നത്, രണ്ടാമത് തരംതാണ സൃഷ്ടികൾ, മൂന്നാമത് ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റാൻ രൂപപ്പെടുന്നത്, നാലാമത് ജനങ്ങൾ തന്നെ അവർക്ക് വേണ്ടി രൂപപ്പെടുത്തുന്നത് എന്നിങ്ങനെ. അതുപോലെ തന്നെ ജനപ്രിയ സംസ്കാരം വിപണി സംസ്കാരമാണെന്നൊരു നിർവചനവുമുണ്ട്. ജനപ്രിയ സംസ്കാരം വിപണി സംസ്കാരമാണെന്ന നിർവചനവുമുണ്ട്. മുതലാളിത്ത വിപണി സമ്പദ് വ്യവസ്ഥയിലാണ് ജനപ്രിയ സംസ്കാരത്തിൻ്റെ നിർവചനങ്ങൾ ഓരോന്നും രൂപപ്പെടുന്നത്. വ്യവസായവൽക്കരണത്തിൻ്റെയും നഗരവൽക്കരണത്തിൻ്റെയും അനുഭവങ്ങൾക്കൊപ്പം ആധുനികതയിലും ആധുനിക അനന്തരതയിലും ജനപ്രിയ സംസ്കാരത്തിന് ഘടനാപരവും സാങ്കേതികവുമായുള്ള ഉള്ളടക്കവും പ്രത്യയശാസ്ത്രപരവും പ്രതിധാനപരവും ഒക്കെയായ പരിണാമങ്ങൾ സംഭവിക്കുകയും ചെയ്തു. വ്യവസായ വിപ്ലവത്തിൻ്റെ സൃഷ്ടിയായ ആധുനികതയുടെ ഉൽപ്പന്നമാണ് ജനപ്രിയ സംസ്കാരമെന്നും അത് തനത് സംസ്കാരത്തിൽ നിന്നും വരേണ്യ സംസ്കാരത്തിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. ഉന്നത സംസ്കാരം എന്ന പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന മുഴുവൻ സംസ്കാരങ്ങൾക്കും വെളിയിലുള്ളവയെ ജനപ്രിയ സംസ്കാരം എന്ന് വിളിക്കാം എന്നൊരു നിർവചനവും ഉണ്ട്. അതായത് ഉന്നത സംസ്കാരം എന്ന പേരിൽ വിളിക്കപ്പെടുന്ന വരേണ്യവർഗത്തിൻ്റെ സംസ്കാരത്തെ മാറ്റി നിർത്തിയിട്ട് ബാക്കി അതിന് പുറത്തുള്ള എന്തിനേയും ജനപ്രിയ സംസ്കാരം എന്ന് വിളിക്കാമെന്ന് ഒരു നിർവചനവുമുണ്ട്. ശ്രേണിപരമായി ജനപ്രിയ സംസ്കാരത്തിന് അധമത്വം കൽപ്പിക്കുന്ന സന്ദർഭം കൂടിയാണ് ഇത്. ഉന്നത സംസ്കാരം വ്യക്തിയുടെ സവിശേഷ പ്രതിഭയുടെ ഫലമാണെന്നും ജനപ്രിയ സംസ്കാരം ആൾക്കൂട്ട നിർമ്മിതിയായ കച്ചവട ചരക്കാണെന്നും ഉള്ള വിഭജനവും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. ജനപ്രിയ സംസ്കാരം വിപണി സംസ്കാരമാണെന്ന നിർവചനത്തിൽ ഇത് ഉറപ്പിക്കുന്നു. ജനപ്രീതി ആർജിച്ച സംസ്കാരം എന്നതിന് ഒരു നിശ്ചിത സമയത്ത് ഒരു സമൂഹത്തിനുള്ളിൽ പ്രചാരത്തിലുള്ളതും വ്യാപകമായി അംഗീകരിക്കപ്പെട്ടതുമായ ആശയങ്ങൾ, സമ്പ്രദായങ്ങൾ, ചിത്രങ്ങൾ, വസ്തുക്കൾ, പ്രതിഭാസങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഒന്നാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതായത് ബഹുജനങ്ങളുടെ വിനോദോപാധികൾ മാത്രമല്ല, അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ അനുഭവങ്ങളും പ്രയോഗങ്ങളും ജനപ്രിയ സംസ്കാരത്തിൻ്റെ പരിധിയിൽ വരും. ചരിത്രപരവും സാമൂഹികവും സാംസ്കാരികപരവും പ്രത്യയശാസ്ത്രപരവുമായി രൂപപ്പെടുന്ന വിപുലമായ രാഷ്ട്രീയ അധികാര ബന്ധങ്ങളുള്ള ജീവിതാവസ്ഥയും ആഖ്യാനങ്ങളും ആശയങ്ങളും സ്ഥാപനങ്ങളും ജനപ്രിയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. മുതലാളിത്തത്തിൻ്റെയും സാങ്കേതികതയുടെയും സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചും കമ്പോളവൽക്കരിക്കപ്പെടുന്ന സംസ്കാരമാണ് ജനപ്രിയ സംസ്കാരമെന്നും നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ജനപ്രിയ സംസ്കാരത്തെ സംബന്ധിച്ച യാഥാസ്ഥിതികമായ നിലപാടിൻ്റെ ഏറ്റവും ആധികാരികമായ രേഖ എന്ന് വിശേഷിപ്പിക്കുന്ന പഠനമാണ് അർണോൾഡിൻ്റെ സംസ്കാരവും അരാജകത്വവും എന്ന രചന. യഥാർത്ഥത്തിൽ ജനപ്രിയ സംസ്കാരത്തെക്കുറിച്ച് വിശദമാക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരുന്നില്ല അർണോൾഡ് പഠനം നിർവഹിച്ചത്. ജനപ്രിയ സംസ്കാരം എന്ന പദം അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അത് ജനപ്രിയ സംസ്കാരത്തെക്കുറിച്ചുള്ള സാംസ്കാരിക സംവാദങ്ങളുടെ അടിസ്ഥാനമായി മാറി. മനുഷ്യ സമൂഹത്തിൻ്റെ ഉത്കൃഷ്ടമായ സംസ്കാരത്തെ നാശോന്മുഖമാക്കുന്ന അരാജകത്വ പ്രവണതകളെ അപലപിക്കുവാനും യഥാർത്ഥ സംസ്കാരം എന്ത് എന്നതിന് ഉചിതമായ നിർവചനം നൽകാനുമായിരുന്നു അർണോൾഡ് ശ്രമിച്ചത്. സമൂഹത്തിലെ ഭൂരിപക്ഷ വർഗജന വിഭാഗമായ തൊഴിലാളി വർഗത്തിൻ്റെ സംസ്കാരത്തെയാണ് അർണോൾഡ് അരാജകത്വമെന്ന് വിളിച്ചത്, അല്ലെങ്കിൽ അരാജകമെന്ന് വിളിച്ചത്. അദ്ദേഹം അരാജകം എന്ന് ഇകഴ്ത്തിയ ഘടകങ്ങളെല്ലാം പിൽക്കാലത്ത് ജനപ്രിയമായി പരിഗണിക്കപ്പെട്ടവയാണ്. സംസ്കാരം എന്നാൽ ലോകത്തിൽ ഇന്നേ വരെ പറയപ്പെട്ടതിലും ചിന്തിക്കപ്പെട്ടവരിലും ഏറ്റവും മികച്ചവയുടെ സാകല്യമാണ് എന്നാണ് അർണോൾഡിൻ്റെ നിരീക്ഷണം. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തോടെ ഇംഗ്ലണ്ടിലെ അധ്വാനവർഗം ട്രേഡ് യൂണിയനിസത്തിലും രാഷ്ട്രീയ പ്രക്ഷോഭത്തിലും നിലവാരം കുറഞ്ഞ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സംസ്കാരത്തിൻ്റെ ഉദാത്തതകളെ ആകമാനം നശിപ്പിക്കുന്നതായി അർണോൾഡ് ആരോപിച്ചു. ഫ്യൂഡൽ പ്രഭുത്വത്തിൻ്റെ തകർച്ചയും ജനാധിപത്യത്തിൻ്റെ വളർച്ചയും സംഭവിച്ചതോടെ ഇംഗ്ലണ്ടിലെ അടിസ്ഥാന വർഗത്തിൻ്റെ സാമൂഹ്യ ജീവിതാവസ്ഥകളിലും ആവിഷ്കാര രൂപങ്ങൾ സംഭവിച്ച പരിണാമത്തെ അരാജകത്വമായിട്ടാണ് അർണോൾഡ് കണ്ടത്. അതായത് അധ്വാനവർഗത്തിൻ്റെ പ്രതിനിധികൾ രാഷ്ട്രീയത്തിൽ സ്ഥാനം പിടിക്കുന്നത് അംഗീകരിക്കാൻ അർണോൾഡ് സാധിച്ചിരുന്നില്ല. വ്യവസായ യുഗത്തിൻ്റെ ആവിഷ്കാരങ്ങളെയെല്ലാം ആശങ്കകളോടെയാണ് അർണോൾഡ് നിരീക്ഷിച്ചത്.
അതായത് തൊഴിലാളി വർഗത്തിൻ്റെ അന്നുണ്ടായിരുന്ന ഇംഗ്ലണ്ടിൽ നിലവിലിരുന്ന വരേണ്യവർഗത്തിൻ്റെ സംസ്കാരത്തിന് വിരുദ്ധമായി അധ്വാനിക്കുന്ന തൊഴിലാളി വർഗങ്ങൾ അവരുടെ അധ്വാന ഭാരം ലഘൂകരിക്കുന്നതിന് വേണ്ടി പാട്ടുകളും കലകളും ഒക്കെ സൃഷ്ടിച്ചിരുന്നു. അതിൽ നിന്ന് വന്നതായിരുന്നു ജനപ്രിയ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഈ ജനപ്രിയ സംസ്കാരത്തിനെ പാടെ തള്ളിക്കളയുന്ന നിലപാടാണ് മാത്യു അർണോൾഡ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ കാലക്രമത്തിൽ ഈ അധ്വാന വർഗത്തിൻ്റെ കലകൾ തന്നെയാണ് പിന്നീട് ജനപ്രിയ സംസ്കാരം എന്ന രീതിയിൽ പുനർനിർമ്മിച്ചതെന്നുള്ളത് ഒരു വിരോധാഭാസം തന്നെയാണ് അർണോൾഡിനെ സംബന്ധിച്ചിടത്തോളം. മാത്യു അർണോൾഡിൻ്റെ നിലപാടുകളെ പിന്തുടർന്ന് 20-ാം നൂറ്റാണ്ടിൽ ജനപ്രിയ സംസ്കാരത്തിനെതിരെ നിലകൊണ്ടവരാണ് FR ലീവിസ്, QD ലീവിസ്, ഡെനിസ് തോംസൺ, ഓർട്ടാഗോ ഗസ്റ്റ്, TS എലിയറ്റ് തുടങ്ങിയവർ. ഈ രംഗത്ത് ഏറ്റവും പ്രശസ്തരായവർ FR ലീവിസും QD ലീവിസുമാണ്. അവർ പൊതുവെ ലീവിസൈറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തമായ പുസ്തകങ്ങൾ FR ലീവിസിൻ്റെ ഫിക്ഷൻ ആൻഡ് റീഡിംഗ് കൾച്ചർ, QD ലീവിസിൻ്റെ ഫിക്ഷൻ ആൻഡ് റീഡിംഗ് പബ്ലിക്, FR ലീവിസും ഡെനിസ് തോംസണും ചേർന്നെഴുതിയ കൾച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ് എന്നിവയാണ്. അപ്പോൾ 3 പുസ്തകങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. FR ലീവിസ് എഴുതിയ ഫിക്ഷൻ ആൻഡ് റീഡിംഗ് കൾച്ചർ, QD ലീവിസിൻ്റെ ഫിക്ഷൻ ആൻഡ് റീഡിംഗ് പബ്ലിക്, ഇനി FR ലീവിസും ഡെനിസ് തോംസണും ചേർന്നെഴുതിയ കൾച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ലീവിസ് സൈറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന FR ലീവിസും QD ലീവിസും. ഈ പറഞ്ഞിരിക്കുന്ന കൃതികളുടെ പ്രത്യേകത ജനപ്രിയ സംസ്കാരത്തെ സംബന്ധിച്ച നിലപാടുകൾ അവതരിപ്പിക്കുന്നവയാണ്. ജനപ്രിയതയെ അരാജകത്വത്തിൻ്റെ രൂപം എന്നാണ് മാത്യു അർണോൾഡ് വിശേഷിപ്പിച്ചത്. എങ്കിൽ ഇപ്പറഞ്ഞ ആൾക്കാർ ജനപ്രിയ സംസ്കാരത്തിൻ്റെ ജീർണഭാവമായി കണ്ടത്. അതായത് മാത്യു അർണോൾഡിൻ്റെ നിലപാടുകൾ തുടർച്ചയായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. തൊഴിലാളി വർഗ സംസ്കാരത്തെയാണ് ജനപ്രിയ സംസ്കാരമായി കരുതിയിരുന്നത്. അതൊരു അരാജകത്വ സംസ്കാരമാണെന്ന് മാത്യു അർണോൾഡ് പറഞ്ഞതെങ്കിൽ അതിനെ തുടർച്ച തന്നെയാണ് ലീവിസ് സൈറ്റുകളും പറഞ്ഞിരിക്കുന്നത്. സംസ്കാരത്തിൻ്റെ ജീർണഭാവമായിട്ടാണ് ജനപ്രിയ സംസ്കാരത്തെ കണ്ടിരുന്നത്. അർണോൾഡിൻ്റെ കാലത്തു നിന്ന് വ്യത്യസ്തമായി 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യമാകുമ്പോഴേക്കും തൊഴിലാളികൾ മധ്യവർഗ പ്രതിനിധികളായി മാറുകയും അവർ ജനഭൂരിപക്ഷമായി തീരുകയും ചെയ്തു. റേഡിയോ, സിനിമ, പരസ്യങ്ങൾ, നോവൽ തുടങ്ങിയവ ജനങ്ങൾക്കിടയിൽ വ്യാപകമായി. ലീവിസുകൾ ജനപ്രിയ സാഹിത്യം, ഹോളിവുഡ് സിനിമ, പരസ്യങ്ങൾ എന്നിവയ്ക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ പുറപ്പെടുവിച്ചു. മധ്യവർഗ കലാപ്രവർത്തനങ്ങളെല്ലാം തന്നെ അധമ സംസ്കാര രൂപങ്ങളായിട്ടാണ് ഇവർ കണ്ടത്. 20-ാം നൂറ്റാണ്ടിൽ സംസ്കാരത്തെ സാധാരണക്കാർക്ക് പ്രാപ്യമാവും വിധം താഴെത്തട്ടിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന പ്രവണത ശക്തമായി കഴിഞ്ഞുവെന്നും ഈ പ്രവണതയെയും അതിൻ്റെ പ്രത്യാഘാതങ്ങളെ തിരിച്ചറിയാനും അവയെ പ്രതിരോധിക്കാനും പൗരന്മാരെ പരിശീലിക്കേണ്ടതുണ്ടെന്നുള്ള നിലപാടുകളാണ് ലീവിസുകൾ ഉയർത്തിപ്പിടിച്ചത്. ബഹുജന സമ്മിതി കൈവരിച്ച മാധ്യമങ്ങളെ വാണിജ്യപരം എന്നാരോപിച്ച് സംസ്കാര മണ്ഡലത്തിൻ്റെ പരിധിക്ക് പുറത്തായി സ്ഥാപിക്കാൻ ഇവർ ശ്രമിച്ചു. ബഹുജനത്തിൻ്റെ ഉപഭോഗത്തിനായി വിപണി നിർമ്മിക്കുന്നതാണ് ഈ സംസ്കാരമെന്നും സാമ്പത്തിക ലാഭം മാത്രമാണ് ഇവിടെ മൂല്യനിർണ്ണയ ഉപാധിയായി നിലകൊള്ളുന്നതെന്നും അവർ ആരോപിച്ചു. ജനപ്രിയ സാഹിത്യം ലഹരി പോലെ ജനങ്ങളെ ആകർഷിക്കുന്നു എന്നും അവ ജീവിതത്തെ നേരിടാനല്ല മറിച്ച് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് വായനക്കാരെ പ്രേരിപ്പിക്കുന്നതെന്നും FR ലീവിസും ഡെനിസ് തോംസണും ചേർന്ന് എഴുതിയ കൾച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന കൃതിയിൽ അവർ പരാമർശിക്കുന്നു. ഹോളിവുഡ് സിനിമകൾ ഉൾപ്പെടെയുള്ള ജനപ്രിയ സിനിമകൾ യഥാർത്ഥ ജീവിതത്തെ പുനഃസൃഷ്ടിക്കുന്നുവെന്ന മിഥ്യാധാരണയാണ് ഉണ്ടാക്കുന്നതെന്നും അവയുടെ മാന്ത്രിക ആകർഷണത്തിന് വശംബദ്ധരാകുന്ന പ്രേക്ഷകർ നിലവാരം കുറഞ്ഞ വൈകാരിക അനുഭൂതികൾക്ക് അടിമപ്പെടുകയാണ് ചെയ്യുന്നതെന്നും ആയിരുന്നു മറ്റൊരു ആരോപണം. ജനപ്രിയ നോവലുകളും സിനിമകളും തരംതാണ അഭിരുചികളുടെ സൃഷ്ടിയും പ്രചാരണവുമാണ് നിർവഹിക്കുന്നത് എന്നും അധമ വികാരങ്ങളുടെ ചൂഷണമാണ് അവയുടെ മാർഗവും ലക്ഷ്യവുമെന്നും ജീവിതത്തെക്കുറിച്ചുള്ള വിഭ്രാന്തികൾ ബോധപൂർവ്വം അടിച്ചേൽപ്പിക്കുകയാണ് അവ ചെയ്യുന്നതെന്നും ലീവിസുകൾ ആരോപിച്ചു. പൊതുജന മനസ്സിൻ്റെ അറിവ് ചോർത്തുന്ന ഉപകരണമായിട്ടാണ് ജനപ്രിയ പത്രപ്രവർത്തനത്തിനെ ലീവിസുകൾ കണ്ടത്. റേഡിയോ ജനങ്ങളുടെ വിമർശനാത്മക ബുദ്ധിയെ ചോർത്തിക്കളയുന്നതായി ഇവർ ആരോപിച്ചു. പരസ്യങ്ങൾക്കെതിരെ അതിശക്തമായ ആക്രമണമാണ് ലീവിസുകൾ നടത്തിയത്. സംസ്കാരത്തെ സംബന്ധിച്ചിരിക്കുന്ന രോഗത്തിൻ്റെ മൂർത്ത രൂപമായിട്ടാണ് അവർ പരസ്യങ്ങളെ വിലയിരുത്തിയത്. വിദ്യാലയങ്ങളിൽ സംസ്കാര പ്രതിരോധ പരിശീലനം ഏർപ്പെടുത്തണമെന്നും വിദ്യാലയത്തിന് പുറത്ത് സായുധരും സജീവരുമായ ന്യൂനപക്ഷ തങ്ങളുടെ സംസ്കാരം സംരക്ഷിക്കാൻ രംഗത്തിറങ്ങണമെന്നും ആയുധം ചെയ്യാൻ പോലും ലീവിസുകൾ മുതിർന്നു. അതായത് സായുധമായി തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നത്തിനെ നേരിടണം എന്നാണ് ലീവിസുകൾ പറഞ്ഞത്. അത്രയേറെ ശക്തമായിരുന്നു ജനപ്രിയ സംസ്കാരത്തിനെതിരെ അവരുടെ നിലപാടുകൾ. ആധുനികതര സാംസ്കാരിക രൂപങ്ങൾ എന്ന നിലയിൽ ആവിർഭവിച്ച ജനപ്രിയ സംസ്കാരം തുടർന്ന് ആധുനികാനന്തര ലോകക്രമത്തിൻ്റെ സാംസ്കാരിക ഭാവുകത്വമായി പരിണമിക്കുകയാണ് ഉണ്ടായത്. 1950-കൾക്ക് ശേഷം സംസ്കാര പഠനത്തിൻ്റെ സമീപനങ്ങളും രീതിശാസ്ത്രങ്ങളും അനുസരിച്ച് ജനപ്രിയ സംസ്കാരം വിലയിരുത്തപ്പെടാൻ തുടങ്ങിയതോടുകൂടി അത് വ്യത്യസ്ത മാനങ്ങളിൽ വിശകലന വിധേയമാക്കപ്പെട്ടു. സവിശേഷമായ ചരിത്ര സന്ദർഭങ്ങളിലും സാംസ്കാരിക സ്വഭാവങ്ങളിലും സാമൂഹിക പശ്ചാത്തലത്തിലും പ്രത്യയശാസ്ത്ര പരിസരങ്ങളിലും ഉൽപ്പാദന, വിതരണ, ഉപഭോഗ രീതികളിൽ നിന്നുമാണ് സംസ്കാര ചിന്തകൾ ജനപ്രിയ സംസ്കാരമെന്ന
ചിന്തകളിൽ ജനപ്രിയ സംസ്കാരം എന്ന സങ്കല്പനം കടന്നു വരുന്നത്. റോളങ് ബാർത്ത്, മക്ലൂഹാൻ, റിച്ചാർഡ് ഹോഗാർട്ട്, സ്റ്റുവർട്ട് ഹാൾ, റെയ്മണ്ട് വില്യംസ്, തിയോഡർ അഡോണ, മാക്സ് ഹോർഖൈമർ, ഡിക് ഹബ്ഡിക്കെ എന്നിവർ ജനപ്രിയ സംസ്കാരത്തിൻ്റെ പ്രധാന സൈദ്ധാന്തികന്മാരാണ്. ജനകീയ സംസ്കാരം എങ്ങനെ പ്രവർത്തിക്കുമെന്നും സമൂഹത്തിൽ അതിൻ്റെ സ്വാധീനം എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നവർ അത് കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇനി ജനപ്രിയ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൻ്റെ ചിന്തകളാണ്. ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ചിന്തകരായ മാക്സ് ഹോർഖൈമർ, തിയോഡർ അഡോണ, ഹെർബർട്ട് മാർക്കസ് തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ ജനകീയ സംസ്കാരത്തെക്കുറിച്ച് വിമർശനാത്മക വീക്ഷണം വികസിപ്പിച്ചെടുത്തു. ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ജനകീയ സംസ്കാരത്തെ പ്രത്യയശാസ്ത്ര നിയന്ത്രണത്തിൻ്റെ ഒരു ഉപകരണമായി വീക്ഷിച്ചു. നിലവിലുള്ള അവസ്ഥ നിലനിർത്തുന്നതിനും മുതലാളിത്ത പ്രത്യയശാസ്ത്രങ്ങളെ ശാശ്വതമാക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് അവർ ജനപ്രിയ സംസ്കാരത്തെ കണ്ടത്. നിലവിലുള്ള അവസ്ഥ നിലനിർത്തുന്നതിനും മുതലാളിത്ത പ്രത്യയശാസ്ത്രങ്ങളെ ശാശ്വതമാക്കുന്നതിനുമുള്ള ഒരു മാർഗമായിട്ടാണ് അവർ ജനപ്രിയ സംസ്കാരത്തെ കണ്ടത്. മുതലാളിത്തത്തിൻ്റെ താല്പര്യങ്ങൾ നിറവേറ്റുന്ന രീതിയിൽ ജനകീയ സംസ്കാരം എങ്ങനെ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു വിവരിക്കാൻ അഡോണയും ഹോർഖൈമറും സാംസ്കാരിക വ്യവസായം എന്ന ആശയം അവതരിപ്പിച്ചു. സാംസ്കാരിക വ്യവസായം ബഹുജന സമൂഹത്തിൻ്റെ നിഷ്ക്രിയത്വത്തിലേക്കും അനുസരണങ്ങളിലേക്കും മാറ്റുന്ന നിലവാരമുള്ള സാംസ്കാരിക വസ്തുക്കൾ, അതായത് സിനിമകൾ, സംഗീതം, മാസികകൾ പോലെ സൃഷ്ടിക്കുമെന്ന് അവർ വാദിച്ചു. അപ്പോൾ സാംസ്കാരിക വ്യവസായം എന്ന ഘട്ടത്തിലേക്ക് ജനപ്രിയ സംസ്കാരത്തേക്ക് മാറ്റുകയാണ് ഫ്രാങ്ക്ഫർട്ട് സ്കൂളിലെ ചിന്തകർ. മുതലാളിത്ത സമൂഹങ്ങളിൽ സംസ്കാരം ചരക്കുകളായി മാറുമെന്ന് അവർ വാദിച്ചു. വാങ്ങാനും വിൽക്കാനുമുള്ള ഉൽപ്പന്നങ്ങളായി സംസ്കാരം രൂപാന്തരപ്പെടുന്നു. ഈ ചരക്കുവൽക്കരണം സംസ്കാരത്തിൻ്റെ നിർണായകവും വിമോചനപരവുമായ സാധ്യതകൾ നശിപ്പിക്കുന്നു. അതായത് ഒരു പുസ്തകം തന്നെ രംഗത്തിറങ്ങുന്ന സമയത്ത് അതൊരു കലാസൃഷ്ടിയാണെങ്കിലും അതൊരു വ്യവസായ വസ്തു കൂടെയാണെന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഫ്രാങ്ക്ഫർട്ട് സ്കൂളിലെ ചിന്തകർ പറയുന്നു. ജനകീയ സംസ്കാരം തിരഞ്ഞെടുപ്പിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മിഥ്യാബോധം പ്രദാനം ചെയ്യുന്നുവെന്ന് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ പണ്ഡിതന്മാർ വാദിച്ചു. വൈവിധ്യമാർന്നതായി തോന്നുമെങ്കിലും സാംസ്കാരിക ഉൽപ്പന്നങ്ങൾ അടിസ്ഥാനപരമായി സമാനമാണ്. വ്യവസായം അനുരൂപീകരണത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ബഹുജനങ്ങളുടെ വിമർശനാത്മക കഴിവുകളെ മന്ദീഭവിക്കുകയും ചെയ്യുന്നു. സജീവമായ ഇടപെടലുകളെക്കാളും വിമർശനാത്മക ചിന്തകളെക്കാളും ജനകീയ സംസ്കാരത്തിൻ്റെ ഉപഭോഗം നിഷ്ക്രിയമായ സ്വീകരണത്തിലേക്ക് നയിക്കുമെന്നും അവർ ഊന്നിപ്പറഞ്ഞു. സജീവമായ ഇടപെടലുകളെക്കാളും വിമർശനാത്മക ചിന്തകളെക്കാളും ജനകീയ സംസ്കാരത്തിൻ്റെ ഉപഭോഗം നിഷ്ക്രിയമായ സ്വീകരണത്തിലേക്ക് നയിക്കുമെന്ന് അവർ ഊന്നിപ്പറഞ്ഞു. അപ്പോൾ ക്രിയേറ്റിവിറ്റി അവിടെ കുറയുമെന്നും അത് നിഷ്ക്രിയമായ ഒരു സ്വീകരണത്തിലേക്ക് മാറ്റുമെന്ന് ഇവർ ഊന്നിപ്പറഞ്ഞു. ഈ നിഷ്ക്രിയത്വം ആശയപ്രചരണത്തിനും പ്രത്യയശാസ്ത്രപരമായ കൃത്രിമത്തിനും ആളുകളെ കൂടുതൽ വിധേയമാക്കുന്നുവെന്ന് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ചിന്തകർ പറയുന്നു. അഡോണയും ഹോർഖൈമറും യുക്തിസഹതയിലും പുരോഗതിയിലും ഉള്ള ജ്ഞാനോദയ വിശ്വാസത്തെ വിമർശിച്ചു. സാംസ്കാരിക വ്യവസായത്തിൻ്റെ പശ്ചാത്തലത്തിൽ യുക്തിബോധം ഉപകരണമായി മാറുന്നുവെന്നും മനുഷ്യവിമോചനത്തെക്കാളും അവൻ്റെ കാര്യക്ഷമതയും നിയന്ത്രണവും മുഖ്യമായി മാറുന്നുവെന്നും അവർ ആരോപിച്ചു. നിലവിലുള്ള സാമൂഹിക ശ്രേണികളെയും അധികാര ഘടനകളെയും ശക്തിപ്പെടുത്തുന്ന ഒന്നായി ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ജനകീയ സംസ്കാരത്തെ കണ്ടു. ഒളിച്ചോട്ടവും തെറ്റായ സംതൃപ്തിയും നൽകുന്നതിലൂടെ ജനപ്രിയ സംസ്കാരം യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ആളുകളെ വ്യതിചലിപ്പിക്കുകയും യഥാർത്ഥ സാമൂഹിക മാറ്റം നേടുന്നതിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു. അപ്പോൾ പൊതുവായി പറഞ്ഞാൽ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി പറയാൻ പറ്റുന്നത് സാംസ്കാരിക വ്യവസായം ഒരു സാംസ്കാരിക സൃഷ്ടി എന്നുള്ളത് ഒരു വ്യവസായ വസ്തു കൂടിയാണെന്ന് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ചിന്തകർ പറയുന്നു. ജനപ്രിയ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട പ്രമുഖനായ ഒരു സൈദ്ധാന്തികനാണ് റെയ്മണ്ട് വില്യംസ്. പ്രമുഖ സാംസ്കാരിക സൈദ്ധാന്തികനും വിമർശകനുമായ റെയ്മണ്ട് വില്യംസ് ജനകീയ സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനത്തിൽ കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സാംസ്കാരിക ചലനാത്മകത, ആശയവിനിമയം, സമൂഹത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്നിവ മനസ്സിലാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സംസ്കാരം എന്നാൽ അതൊരു ജീവിതത്തിൻ്റെ മുഴുവൻ വഴി എന്നത് റെയ്മണ്ട് വില്യംസിൻ്റെ സുപ്രധാന നിരീക്ഷണമാണ്. കലകളും ബൗദ്ധിക നേട്ടങ്ങളും മാത്രമല്ല, ദൈനംദിന ആചാരങ്ങളും ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ ജീവിത രീതിയും സംസ്കാരം ഉൾക്കൊള്ളുന്നുവെന്ന് വില്യംസ് വാദിച്ചു. സമൂഹത്തെ മനസ്സിലാക്കുന്നതിൻ്റെ അവിഭാജ്യ ഘടകമായി ജനകീയ സംസ്കാരത്തെ പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം സംസ്കാരത്തെക്കുറിച്ചുള്ള ഈ സമഗ്ര വീക്ഷണം അടിവരയിടുന്നു. വില്യംസ് വികസിപ്പിച്ചെടുത്ത സവിശേഷമായൊരു പദമാണ് സാംസ്കാരിക ഭൗതികവാദം അഥവാ കൾച്ചറൽ മെറ്റീരിയലിസം. അത് സാംസ്കാരിക സമ്പ്രദായങ്ങളെ രൂപപ്പെടുത്തുന്ന ഭൗതിക സാഹചര്യങ്ങളെയും സാമ്പത്തിക ഘടകങ്ങളെയും ഊന്നിപ്പറയുന്നു. ഈ സമീപനം സംസ്കാരം എന്ന ആശയത്തെ ഒരൊറ്റപ്പെട്ട അല്ലെങ്കിൽ പൂർണ്ണമായും ബൗദ്ധിക മേഖലയായി ദർശിക്കുന്നതിനെ വെല്ലുവിളിക്കുന്നു. പകരം സാംസ്കാരിക ഉൽപ്പന്നങ്ങളും സമ്പ്രദായങ്ങളും അവയുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിൽ എങ്ങനെ സ്വാധീനിക്കപ്പെടുന്നുവെന്ന് എടുത്തു കാണിക്കുന്നു. അദ്ദേഹം അവതരിപ്പിച്ച വികാരത്തിൻ്റെ ഘടന എന്ന ആശയം
ഒരു പ്രത്യേക ചരിത്ര നിമിഷത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെയോ സമൂഹത്തിൻ്റെയോ പങ്കിട്ട മൂല്യങ്ങൾ, വികാരങ്ങൾ, അനുഭവങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഒരു കാലഘട്ടത്തിലെ കൂട്ടായ വികാരങ്ങളും അനുഭവങ്ങളും പ്രകടിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ജനകീയ സംസ്കാരത്തിൽ വികാരത്തിൻ്റെ ഘടന പലപ്പോഴും പ്രകടമാണെന്ന് വില്യംസ് അഭിപ്രായപ്പെട്ടു. വില്യംസിൻ്റെ അഭിപ്രായത്തിൽ സാംസ്കാരിക തിരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയയിൽ ഏത് സാംസ്കാരിക രൂപങ്ങളും സമ്പ്രദായങ്ങളും സംരക്ഷിക്കപ്പെടുകയും പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നത് ഉൾപ്പെടുന്നു. ഈ തിരഞ്ഞെടുപ്പിന് പലപ്പോഴും ആധിപത്യ ബലതന്ത്രങ്ങൾ സ്വാധീനിക്കുകയും ആധിപത്യ സംസ്കാരത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട പാരമ്പര്യത്തെ ശാശ്വതമാക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ പ്രക്രിയയിൽ ജനപ്രിയ സംസ്കാരം നിർണായക പങ്ക് വഹിക്കുന്നു. അതായത് ചരിത്രനിഷ്ഠവും ആനുഭാവികവും സ്ഥലകാല കേന്ദ്രിതവുമായ ഒരു ജീവിത സംസ്കാരത്തെക്കുറിച്ചും എല്ലാ തരത്തിൽപ്പെട്ട രേഖപ്പെടുത്തപ്പെട്ട കാലിക സംസ്കാരത്തെക്കുറിച്ചും ഇവ രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പാരമ്പര്യത്തെക്കുറിച്ചുമുള്ള വില്യംസിൻ്റെ നിരീക്ഷണങ്ങൾ ജനപ്രിയ സംസ്കാര ചർച്ചയിലേക്ക് വഴി തുറക്കുന്നുണ്ട്. അധ്വാനവർഗത്തിൻ്റെ സംസ്കാരം എന്നത് കലയോ ബൗദ്ധികമോ ഭാവനാത്മകമോ ആയ ഇതര വിനോദ രൂപങ്ങളോ അല്ല എന്നും സാമൂഹികമായ ജീവിതശൈലിയെ നിശ്ചയിക്കുന്ന സ്ഥാപനങ്ങളോ പ്രയോഗങ്ങളോ ആണെന്ന് വില്യംസ് നിരീക്ഷിക്കുന്നു. സാംസ്കാരിക വ്യവസായത്തിൻ്റെ ഉൽപ്പന്നമായ ജനപ്രിയ സംസ്കാരത്തിൻ്റെ വിപണി കേന്ദ്രിതവും മുതലാളിത്തപരമായ സവിശേഷതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അഡോണയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ വില്യംസ് അതിനെ വിലയിരുത്തുന്നു. അഡോണ മുതലാളിത്തവും വിപണി കേന്ദ്രിതമായ രീതിയിലാണ് കലയെ മനസ്സിലാക്കിയതെങ്കിൽ അതുമായിട്ട് ആ കാര്യങ്ങൾ വില്യംസും പറയുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ ചില സങ്കല്പങ്ങൾ വില്യംസും വിലയിരുത്തുന്നുണ്ട്. ജനപ്രിയ സംസ്കാരവും അധ്വാനവർഗ സംസ്കാരവും വിഭിന്നങ്ങളാണെന്നും അടിസ്ഥാനവർഗം ജനപ്രിയ സംസ്കാരവുമായി പൂർണ്ണമായി താതാത്മ്യം സ്ഥാപിക്കുകയാണെന്ന് പറയേണ്ടതില്ല എന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒരു പദാവലി എന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകത്തിൽ തൻ്റെ സംസ്കാരവും സമൂഹവുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങളുടെ മാറിക്കൊണ്ടിരിക്കുന്ന അർത്ഥങ്ങൾ വില്യംസ് പരിശോധിച്ചു. ആ പുസ്തകത്തിൻ്റെ പേര് സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒരു പദാവലി. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംസ്കാരവും സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട ചില പദങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ, അത് കാലകാലങ്ങളുടെ അർത്ഥങ്ങൾ വ്യത്യാസങ്ങൾ വരുന്ന കാര്യം അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ട്. ജനകീയ സംസ്കാരത്തിൽ കാണപ്പെടുന്നവ ഉൾപ്പെടെ സാംസ്കാരികവും സാമൂഹികവുമായ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ ഭാഷ എങ്ങനെ പ്രതിഫലിപ്പിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് കൃതി എടുത്തു കാണിക്കുന്നു. അന്റോണിയോ ഗ്രാംഷിയുടെ ആധിപത്യ സങ്കല്പത്തെ അടിസ്ഥാനമാക്കി വില്യംസ് ആധിപത്യ സാംസ്കാരിക ശക്തികൾ അവരുടെ ശക്തി എങ്ങനെ നിലനിർത്തുന്നു എന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചു. ആധിപത്യം എന്നത് ഭരണവർഗത്തിൻ്റെ മൂല്യങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും വിധേയരായ ആളുകളുടെ അല്ലെങ്കിൽ വർഗ്ഗങ്ങളുടെ സമ്മതം ഉൾക്കൊള്ളുന്നു. ഇവ പലപ്പോഴും ജനകീയ സംസ്കാരത്തിലൂടെ നേടിയെടുക്കുന്നു. മാധ്യമങ്ങൾക്കും സാംസ്കാരിക വ്യവസായങ്ങൾക്കും എങ്ങനെ സാമൂഹിക ശ്രേണികൾ പിന്തുണയ്ക്കാനും തുരങ്കം വയ്ക്കാനും കഴിയുമെന്ന് മനസ്സിലാക്കുന്നതിന് ഈ ആശയം നിർണായകമാണ്. റെയ്മണ്ട് വില്യംസിൻ്റെ ഇപ്രകാരമുള്ള ആശയങ്ങൾ ജനകീയ സംസ്കാരത്തെ വിശകലനം ചെയ്യുന്നതിനും സാമൂഹിക മൂല്യങ്ങൾ, സ്വത്വങ്ങൾ, അധികാരഘടനകൾ എന്നിവ പ്രതിഫലിപ്പിക്കുന്നതിനും രൂപപ്പെടുത്തുന്നതിലും ജനകീയ സംസ്കാരത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതിനും ഉപയുക്തമായി. ഇനി സ്റ്റുവർട്ട് ഹാൾ എന്ന ചിന്തകൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംഭാവനകൾ പരിശോധിക്കാം. ജനപ്രിയ സംസ്കാരത്തെ മനസ്സിലാക്കുന്നതിൽ ഗണ്യമായ സംഭാവന നൽകിയ സൈദ്ധാന്തികനാണ് സ്റ്റുവർട്ട് ഹാൾ. മികച്ചതും മോശമായതും വരേണ്യ സംസ്കാരത്തിലും ജനപ്രിയ സംസ്കാരത്തിലും കാണപ്പെടാം. അതിനാൽ ക്ലാസ് കൾച്ചർ നന്നെന്നും മാസ് കൾച്ചർ മോശമാണെന്നുമുള്ള മുൻവിധി ഉചിതമല്ല. ക്ലാസ് കൾച്ചറും മാസ് കൾച്ചറും, ക്ലാസ് കൾച്ചർ നല്ലതാണെന്നും മാസ് കൾച്ചർ മോശമാണെന്നുമുള്ള മുൻവിധി ഉചിതമല്ല. ജനകീയ സംസ്കാരം എന്നത് ഒരു നിശ്ചിത ഉൽപ്പന്നങ്ങളുടെ ഒരു കൂട്ടമല്ല, മറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുടെയും അർത്ഥനിർമ്മാണത്തിൻ്റെയും ഒരു മേഖലയാണ് എന്ന് അദ്ദേഹം വാദിച്ചു. സ്വത്വങ്ങൾ രൂപപ്പെടുത്തുന്നതിലും സാംസ്കാരിക പ്രാതിനിധ്യം മനസ്സിലാക്കുന്നതിലും മാധ്യമങ്ങളുടെ പങ്കിനെ കേന്ദ്രീകരിച്ച് ഹാൾ നിരവധി പ്രധാന ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്റ്റുവർട്ട് ഹാളും പാഡി വൈനും ചേർന്നെഴുതിയ പോപ്പുലർ ആർട്സ് എന്ന പുസ്തകത്തിൽ ജനപ്രിയ കലയും നാടൻ കലയും തമ്മിലുള്ള വൈചാത്യങ്ങൾ വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകം പോപ്പുലർ ആർട്സ് എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം. അത് എഴുതിയത് സ്റ്റുവർട്ട് ഹാളും പാഡി വൈനും ചേർന്നാണ്. അതിനകത്ത് വിശദമാക്കുന്നത് ജനപ്രിയ കലയും നാടൻ കലയും തമ്മിലുള്ള വൈചാത്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നാടൻ കലയിൽ കല അവതരിപ്പിക്കുന്ന കലാകാരൻ എന്ന കർത്തൃത്വമില്ല, അവിടെ വ്യക്തിക്ക് പകരം സമൂഹമേ ഉള്ളൂ. എന്നാൽ ജനപ്രിയ കലയിൽ ജനപ്രിയ കലാകാരനുണ്ട്. അദ്ദേഹം സാധാരണ മനുഷ്യരെക്കാൾ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന പ്രാവീണ്യവും പ്രതിഭയുമുള്ള വ്യക്തിയാണ്. ആ നിലയ്ക്ക് ജനപ്രിയ കലയ്ക്ക് നാടൻ കലയോട് അല്ല ക്ലാസിക്കൽ എന്നോ സംസ്കൃതമെന്നോ വിശേഷിപ്പിക്കാവുന്ന കലയോടാണ് സാമ്യം. ജനപ്രിയ കലയ്ക്ക് നാടൻ കലയോടല്ല സാമ്യമുള്ളത്, അതിന് സംസ്കൃതം അല്ലെങ്കിൽ ക്ലാസിക്കൽ എന്നറിയപ്പെടുന്ന കലയോടാണ് ഈ ജനപ്രിയ കലയ്ക്ക് സാമ്യമുള്ളത് എന്ന് ഹാൾ പറയുന്നുണ്ട്. അതേസമയം ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്ന കാര്യത്തിൽ ജനപ്രിയ കലയ്ക്ക് നാടൻ കലയോടാണ് സാമ്യം. അപ്പോൾ ആ ജനങ്ങളോട് സംവദിക്കുന്നതിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ജനപ്രിയ കലയ്ക്ക് നാടൻ കലയോടാണ് സാമ്യം. അതായത് ജനപ്രിയ കലയ്ക്ക് ക്ലാസിക്കൽ കലയോടാണ് സാമ്യമാണെങ്കിലും അതേസമയം ജനങ്ങളോട് സംവദിക്കുന്ന കാര്യത്തിൽ അത് നാടൻ കലയോടാണ് ചേർന്ന് നിൽക്കുന്നത്. ജനപ്രിയ കല നേരിട്ട് ജനങ്ങളുടെ ആഘോഷമായി മാറുന്നു.
സാംസ്കാരിക സ്വത്വങ്ങളുടെ രൂപീകരണത്തിന് ജനകീയ സംസ്കാരം എങ്ങനെ സംഭാവന ചെയ്യുന്നുവെന്ന് ഹാൾ വിശകലനം ചെയ്തു. സ്വത്വങ്ങൾ സ്ഥിരതയുള്ളതല്ല, മറിച്ച് സാംസ്കാരിക സമ്പ്രദായങ്ങളിലൂടെയും പ്രാതിനിധ്യങ്ങളിലൂടെയും ഭാഷയിലൂടെയുമാണ് നിർമ്മിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഈ പ്രക്രിയയിൽ ജനപ്രിയ സംസ്കാരം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ആധിപത്യ പ്രത്യയശാസ്ത്രങ്ങൾ ബലപ്രയോഗത്തിലൂടെ അല്ല, സമ്മതത്തിലൂടെയാണ് നിലനിർത്തപ്പെടുന്നത് എന്ന ആന്റോണിയോ ഗ്രാംഷിയുടെ നിലപാടിനെ ഹാൾ പിന്തുടർന്നു. ഇപ്പോൾ ഗ്രാംഷിയുടെ നിലപാട് എങ്ങനെയാണ്? ഒരു ആധിപത്യ പ്രത്യയശാസ്ത്രങ്ങൾ ബലപ്രയോഗത്തിലൂടെ അല്ല, അത് സമ്മതത്തിലൂടെയാണ് നിലനിർത്തപ്പെടുന്നത് എന്നാണ് ആന്റോണിയോ ഗ്രാംഷി പറഞ്ഞിരിക്കുന്നത്. ആ നിലപാടിനെ ഹാളും പിന്തുടരുന്നു. ജനകീയ സംസ്കാരം ഈ സന്ദർഭത്തിൽ പ്രത്യയശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ബഹുജനങ്ങൾ അംഗീകരിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി മാറ്റുന്നു. സാംസ്കാരിക ഗ്രന്ഥങ്ങൾ ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ വിധേയമാണെന്ന് ഹാൾ വാദിച്ചു. ഇത് പോളിസെമി എന്ന പേരറിയപ്പെടുന്നു. അപ്പോൾ പോളിസെമി എന്ന പദത്തിൻ്റെ ഹാൾ ഉദ്ദേശിക്കുന്ന അർത്ഥം ഇതാണ്: സാംസ്കാരിക ഗ്രന്ഥങ്ങൾ ഒന്നിലധികം വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാണ് എന്ന അർത്ഥത്തിനെയാണ് പോളിസെമി എന്ന് പറയുന്നത്. വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾക്ക് ഒരേ വ്യത്യസ്ത രീതി വ്യാഖ്യാനിക്കാൻ കഴിയും. ഇത് സമൂഹങ്ങൾക്കുള്ള സങ്കീർണതയും വൈവിധ്യവും പ്രതിഫലിപ്പിക്കുന്നു. ജനകീയ സംസ്കാരം കേവലം ആധിപത്യത്തിനുള്ള ഒരു ഉപകരണമല്ലെന്നും അത് ചെറുത്തുനിൽപ്പിൻ്റെ ഒരു തലമാകുമെന്നും ഹാൾ അംഗീകരിച്ചു. മുഖ്യധാര പ്രത്യയശാസ്ത്രങ്ങളുടെയും അധികാരഘടനകളെയും വെല്ലുവിളിക്കാൻ ഉപസംസ്കാരങ്ങളും എതിർ ആധിപത്യ പ്രസ്ഥാനങ്ങളും ജനകീയ സംസ്കാരത്തെ ഉപയോഗിക്കുന്നു. മൊത്തത്തിൽ സ്റ്റുവർട്ട് ഹാളിൻ്റെ സംഭാവനകൾ ജനകീയ സംസ്കാരം, അർത്ഥ ഉൽപാദനം, സാമൂഹിക ശക്തി എന്നിവ തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്യുന്നതിനുള്ള അടിസ്ഥാനമായി മാറുന്നു. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പ്രമുഖ സൈക്കോ അനലിസ്റ്റായ ലെക്കാൻ്റെ ചിന്തകളാണ്. അദ്ദേഹം ജനപ്രിയ സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ കണ്ണാടിഘട്ടം, യാഥാർത്ഥ്യം, സങ്കല്പം, പ്രതീകാത്മകം എന്നീ ക്രമങ്ങൾ, ആഗ്രഹങ്ങൾ, അഭാവം തുടങ്ങിയവയെല്ലാം ജനകീയ സംസ്കാരത്തിൻ്റെ വിശകലനത്തിൽ പരോക്ഷമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് ഈ പറഞ്ഞിരിക്കുന്നത് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് പലരും ഈ പറഞ്ഞിരിക്കുന്ന ജനപ്രിയ സംസ്കാരത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സങ്കല്പം അനുസരിച്ചുള്ള കണ്ണാട്ടം അല്ലെങ്കിൽ മിറർ സ്റ്റേജ് എന്ന ലെക്കാൻ്റെ ആശയം കുട്ടിക്കാലത്തെ ഒരു ഘട്ടത്തെ വിവരിക്കുന്നു. അവിടെ കുട്ടി ആദ്യം തൻ്റെ സ്വന്തം പ്രതിഫലനം തിരിച്ചറിയുകയും അഹംഭാവത്തിൻ്റെ വികാസത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ജനപ്രിയ സംസ്കാരത്തിൽ വ്യക്തികൾ കഥാപാത്രവുമായും സെലിബ്രിറ്റികളുമായി എങ്ങനെ താതാത്മ്യം പ്രാപിക്കുന്നു എന്ന് വിശകലനം ചെയ്യാൻ ഈ ആശയം പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ലെക്കാൻ്റെ മിറർ സ്റ്റേജ് എന്ന ആശയം ഉപയോഗിച്ചിട്ടാണ് വ്യക്തികൾ കഥാപാത്രങ്ങളുമായും സെലിബ്രിറ്റികളുമായും എങ്ങനെ താതാത്മ്യം പ്രാപിക്കുന്നു എന്ന് വിശകലനം ചെയ്യാൻ ഈ ആശയത്തെ ഉപയോഗിക്കുന്നുണ്ട്. കഥാപാത്രങ്ങളെ പ്രേക്ഷകർ തങ്ങളുടെ അനുയോജ്യമായ പതിപ്പുകളായി കാണുന്നു. സാങ്കല്പികവും പ്രതീകാത്മകവും യഥാർത്ഥവുമായ 3 ക്രമങ്ങൾ ലെക്കാൻ്റെ സിദ്ധാന്തത്തിൻ്റെ കേന്ദ്രമാണ്. അപ്പോൾ ലെക്കാൻ്റെ സിദ്ധാന്തത്തിൻ്റെ ക്രമങ്ങളെപ്പറ്റി നമുക്കറിയാം. അത് 3 ക്രമങ്ങളുണ്ട്. സാങ്കല്പിക ക്രമവും പ്രതീകാത്മക ക്രമവും യാഥാർത്ഥ്യ ക്രമവുമാണ്. അത് ഈ പറഞ്ഞിരിക്കുന്ന ജനപ്രിയ സംസ്കാരവുമായി ചേർത്ത് വയ്ക്കാമെന്ന് വിദഗ്ധർ പറയുന്നു. സാങ്കല്പിക ക്രമം ചിത്രങ്ങളോടും മിഥ്യാധാരണകളോടും, പ്രതീകാത്മക ക്രമം ഭാഷയോടും സാമൂഹിക ഘടനകളോടും, യാഥാർത്ഥമായത് ഭാഷയ്ക്കും പ്രതീകവൽക്കരണത്തിനും അപ്പുറത്തുള്ളതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ 3 ക്രമങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിൽ സാങ്കല്പിക ക്രമത്തിൻ്റെ പ്രത്യേകത ചിത്രങ്ങളോടും മിഥ്യാധാരണകളോടും ബന്ധപ്പെട്ടിരിക്കുന്നു. അതേസമയം പ്രതീകാത്മക ക്രമം എന്നുള്ളത് ഭാഷയോടും സാമൂഹിക ഘടനകളോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി യഥാർത്ഥ ക്രമത്തിൻ്റെ പ്രത്യേകത ഭാഷയ്ക്കും പ്രതീകവൽക്കരണത്തിനും അപ്പുറത്തുള്ളതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജനകീയ സംസ്കാരത്തിൽ മാധ്യമങ്ങൾ എങ്ങനെ ചിത്രങ്ങൾ സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുവെന്നും സാംസ്കാരിക മാനദണ്ഡങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും ഉള്ളിൽ അവ എപ്രകാരം പ്രവർത്തിക്കുന്നുവെന്നും അവ എപ്രകാരം ഗൂഢമായും തീവ്രമായും ഇടപെടുന്നുവെന്ന് മനസ്സിലാക്കാൻ ലെക്കാൻ്റെ ആശയങ്ങൾ സഹായിക്കുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞിരിക്കുന്ന 3 ക്രമങ്ങളും വരുന്നുണ്ട്. അതിൽ മാധ്യമങ്ങൾ എങ്ങനെ ചിത്രങ്ങൾ സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതിനെ സാങ്കല്പികമായിട്ട് നമുക്ക് സങ്കല്പിക്കാം. സാംസ്കാരിക മാനദണ്ഡങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും ഉള്ളിൽ അവ എപ്രകാരം പ്രവർത്തിക്കുന്നു എന്നതിനെ പ്രതീകാത്മക ക്രമമായി നമുക്ക് വ്യാഖ്യാനിക്കാം. അവ എപ്രകാരം ഗൂഢമായും തീവ്രമായും ഇടപെടുന്നു എന്നതിനെ യഥാർത്ഥ ക്രമമായി നമുക്ക് വ്യാഖ്യാനിക്കാം. മനുഷ്യൻ്റെ ആഗ്രഹം അടിസ്ഥാനപരമായ അഭാവത്തിൽ വേരൂന്നിയതാണെന്നും അത് മറ്റൊന്നിനോടുള്ള കൈവരിക്കാനാവാത്ത ആഗ്രഹത്താൽ ശാശ്വതമാണെന്നും ഉള്ള ലെക്കാൻ്റെ ആശയം ഉപഭോക്തൃ സംസ്കാരത്തെ വിശകലനം ചെയ്യാൻ ഉപയോഗപ്രദമാണ്. അവിടെ പരസ്യങ്ങളും മാധ്യമങ്ങളും തുടർച്ചയായി പുതിയ ഉൽപ്പന്നങ്ങൾക്കും ജീവിത രീതികൾക്കും വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ആഗ്രഹം എന്ന സങ്കല്പവും അഭാവം എന്ന സങ്കല്പവും ജീവിത രീതികൾ പൂർത്തീകരണം എല്ലായ്പ്പോഴും കയ്യെത്താത്തതാണെന്ന് സൂചിപ്പിക്കുന്നു. ലെക്കാൻ്റെ നോട്ടത്തെക്കുറിച്ചുള്ള ആശയം ചലച്ചിത്ര സിദ്ധാന്തങ്ങളിലും ദൃശ്യ സംസ്കാര പഠനത്തിൽ നിർണായകമാണ്. കാഴ്ചക്കാർ ദൃശ്യമാധ്യമങ്ങളുമായി ഇടപഴകുന്ന രീതിയും ബലതന്ത്രവും ആഗ്രഹവും
ഉപയോഗിച്ച് നോക്കുന്ന പ്രവൃത്തിയെ എങ്ങനെ സമീപിക്കാം എന്നതിനെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. സിനിമയിലും മറ്റ് മാധ്യമങ്ങളിൽ ലിംഗഭേദം, വംശം, അധികാരം എന്നിവയിലൂടെ സ്ത്രീകരണത്തെ വിമർശിക്കുന്നതിൽ ഈ ആശയം പ്രധാനമാണ്. മനോവിശ്ലേഷണ സാഹിത്യ നിരൂപണത്തിനുള്ള ലക്കാൻ്റെ സ്വാധീനം ജനകീയ സംസ്കാര ഗ്രന്ഥങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നുണ്ട്. സിനിമകൾ, TV ഷോകൾ, സാഹിത്യം, മറ്റ് സാംസ്കാരിക പുരാവസ്തുക്കൾ എന്നിവയിലെ അബോധാവസ്ഥയിലുള്ള ഉദ്ദേശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, സംഘർഷങ്ങൾ എന്നിവ മറന്നീക്കി കിട്ടുന്നതിനുള്ള ഉപാധികൾ അദ്ദേഹത്തിന് സിദ്ധാന്തങ്ങൾ നൽകുന്നു. ഈ പറഞ്ഞവയിലൂടെ ലക്കാനിയൻ സിദ്ധാന്തം ജനകീയ സംസ്കാരം എങ്ങനെ മനുഷ്യൻ്റെ മനഃശാസ്ത്രം, സ്വത്വം, സാമൂഹിക ഘടന എന്നിവയെ രൂപപ്പെടുത്തുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജനപ്രിയ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട റോളാങ് ബാത്തും അതുപോലെ തന്നെ അൾത്തൂസറിൻ്റെയും ചിന്തകളും ഉണ്ട്. അപ്പോൾ അതിൽ റോളാങ് ബാത്തിൻ്റെ മിത്തോളജീസ്, രചയിതാവിൻ്റെ മരണം തുടങ്ങിയ രചനകൾ ജനകീയ സംസ്കാര ചിഹ്നങ്ങളെ നാം എങ്ങനെ വ്യാഖ്യാനിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു എന്നതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ജനപ്രിയ സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനങ്ങളുടെ സമാഹാരമായ മിത്തോളജീസിൽ ചിഹ്നശാസ്ത്രത്തെ രീതിശാസ്ത്രം ഉപയോഗിച്ച് ജനപ്രിയ സംസ്കാരത്തെക്കുറിച്ച് പഠനം നടത്തുന്നു. ജനപ്രിയ സംസ്കാരത്തിൻ്റെ പാഠങ്ങളിലും പ്രയോഗങ്ങളിലും അന്തർഭവിച്ചിരിക്കുന്നതും എന്നാൽ പലപ്പോഴും തെറ്റായി വ്യാഖ്യാനപ്പെടുന്നതുമായ അർത്ഥങ്ങൾ അന്വേഷിക്കുകയാണ് റോളാങ് ബാർത്ത്. പ്രത്യയശാസ്ത്രത്തെയും ഭരണകൂട ഉപകരണങ്ങളെക്കുറിച്ചുള്ള അൾത്തൂസറിൻ്റെ സിദ്ധാന്തങ്ങൾ ജനകീയ സംസ്കാരത്തിൻ്റെ വിവിധ വശങ്ങൾ സ്വാധീനം ചെലുത്തുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. മാധ്യമങ്ങളും ജനകീയ സംസ്കാരവും പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉപകരണങ്ങളായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശകലനം ചെയ്യാൻ ജനകീയ സംസ്കാര മേഖലയിലെ പണ്ഡിതന്മാർ പലപ്പോഴും അൾത്തൂസറിൻ്റെ സിദ്ധാന്തങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് സ്റ്റുവർട്ട് ഹാളിൻ്റെയും ബർമിംഗ്ഹാം സ്കൂളിൻ്റെയും കൃതികൾ സാംസ്കാരിക ഉൽപ്പാദനവും ഉപഭോഗവും പരിശോധിക്കുന്നതിനായി അൾത്തൂസറിൻ്റെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട്. മുതലാളിത്തം, നഗരവൽക്കരണം, വ്യവസായവൽക്കരണം എന്നിവയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട ബഹുജനം എന്ന സങ്കല്പത്തോടെയാണ് ജനപ്രിയ സംസ്കാരത്തെക്കുറിച്ചുള്ള ചിന്തകളും വികസിച്ചത്. ജനപ്രിയമായത് അല്ലെങ്കിൽ പോപ്പുലർ എന്നതുമായി ബന്ധപ്പെട്ട് ബഹുജനത്തിൻ്റേത് അല്ലെങ്കിൽ മാസ് എന്ന സങ്കല്പനവും ഉപയോഗിക്കാറുണ്ട്. ബഹുജന സംസ്കാരവും ജനപ്രിയ സംസ്കാരം എന്നിവ സമാനാർത്ഥമായി വിവക്ഷിക്കപ്പെടാറുണ്ടെങ്കിലും ഇവ തമ്മിൽ നിരവധി വ്യത്യാസങ്ങളുണ്ട്. അപ്പം അങ്ങനെ ജനപ്രിയ സംസ്കാരവും ബഹുജന സംസ്കാരവും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിലാദ്യം ഈ ജനപ്രിയ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ജനപ്രിയ സംസ്കാരം എന്താണെന്ന് നമുക്കറിയാം. സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും ജൈവികമായി ഉയർന്നു വരുന്നതും പൊതുജനങ്ങളുടെയും താല്പര്യങ്ങൾ, പ്രവണതകൾ, അഭിരുചികൾ ഇവ പ്രകടിപ്പിക്കുന്നതുമാണ് പൊതുവെ ജനപ്രിയ സംസ്കാരങ്ങളെന്ന് പറയുന്നത്. ഉദാഹരണമായി നമുക്ക് ചില ഫാഷൻ ട്രെൻഡുകളും ചില സംഗീതാംശങ്ങളും ഒക്കെ നമുക്ക് അത് പറയാൻ പറ്റും. ചില തെരുവ് കലകൾ അതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതേസമയം ബഹുജന സംസ്കാരം അല്ലെങ്കിൽ മാസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ചില TV ഷോസ്, വൻകിട സിനിമകൾ, ചില പുസ്തകം ബ്രാൻഡ് ചെയ്യപ്പെടുന്നതും ഒക്കെ നമുക്ക് ബഹുജനം അല്ലെങ്കിൽ മാസ് പ്രത്യേകം ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് വൻകിട മാധ്യമ വാണിജ്യ സംരംഭങ്ങൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യപ്പെടുന്നതാണ് ബഹുജന സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് മുഖ്യമായും വിശാലമായ പ്രേക്ഷകരിൽ എത്തിക്കാനും ലാഭം സൃഷ്ടിക്കാനും ഉതകും വിധം രൂപകൽപ്പന ചെയ്തതാണ്. റിയാലിറ്റി ഷോസൊക്കെ അങ്ങനത്തെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാം. ഇനി നമ്മൾ തിരിച്ച് ജനപ്രിയ സംസ്കാരത്തിലേക്ക് വന്നാൽ അത് ചലനാത്മകവും നിരന്തരം വികസിക്കുന്നതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും താഴെത്തട്ടിൽ സൃഷ്ടിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിന് സാധിക്കുന്നവയുമാണ്. അതായത് അടിസ്ഥാനപരമായി നമുക്ക് താഴ്ന്ന ലെവലിൽ തന്നെ സൃഷ്ടിച്ചിട്ട് അത് വലിയ രീതിയിൽ എത്തുന്ന രീതിയിലാണ് ജനപ്രിയ സംസ്കാരങ്ങൾ വരുന്നത്. പക്ഷേ ബഹുജന സംസ്കാരങ്ങൾ അങ്ങനെയല്ല. അതൊരു പ്രത്യേക ലക്ഷ്യത്തോടെ മാത്രം തയ്യാറാക്കുന്ന ചില പരിപാടികളാണ് ബഹുജന സംസ്കാരത്തിനകത്ത് ഉൾപ്പെട്ടു വരുന്നത്. ഇനി ജനപ്രിയത്തിലേക്ക് വന്നാൽ അത് സാമൂഹിക മൂല്യങ്ങളും പ്രശ്നങ്ങളും അഭിലാഷങ്ങളും സമൂഹത്തിൻ്റെതായ അങ്ങനത്തെ അഭിലാഷങ്ങളും ഒക്കെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും ആ ജനപ്രിയ സംസ്കാരത്തിൽ വരുന്നത്. അതേസമയം അങ്ങനെയല്ല, ബഹുജനത്തിൽ അങ്ങനെയല്ല. ഒരു പ്രത്യേക സമുദായത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെതാവണമെന്നില്ല. സമൂഹത്തിന് ഇന്നതാണ് വേണം എന്ന രീതിയിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന ചില പരിപാടികളായിരിക്കും ബഹുജന സംസ്കാരത്തിലേക്ക് വരുന്നത്. അതായത് വിപുലമായ ജനസാമാന്യത്തെ ആകർഷിക്കാൻ തക്കവിധം സ്റ്റാൻഡേർഡൈസ് ചെയ്തതും ഏകീകരിക്കപ്പെട്ടതും കമ്പോള ശക്തികളാലും വാണിജ്യ താല്പര്യങ്ങളാലും നയിക്കപ്പെടുന്നതുമാണ് ബഹുജന സംസ്കാരം എന്ന് പറയാം. ഇനി ജനപ്രിയ സംസ്കാരത്തിലേക്ക് വന്നാൽ വ്യക്തികളോ ചെറിയ ഗ്രൂപ്പുകളോ സൃഷ്ടിച്ച് അത് വ്യാപകമായി പ്രചാരം നേടുന്ന രീതിയാണ് ജനപ്രിയ സംസ്കാരം. ഉദാഹരണമായിട്ട് നമുക്ക് തന്നെ നമ്മുടെ സ്വന്തം ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കൃതിയെപ്പറ്റി ചിന്തിച്ചാൽ അത് വളരെ എളിയ നിലയിൽ തുടങ്ങിയതാണ്. പക്ഷേ അത് തീവ്രമായി വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് അത് പെട്ടെന്ന് ജനപ്രിയമായി മാറുകയാണ് ചെയ്തത്. പക്ഷേ നമുക്ക് ബഹുജന സംസ്കാരത്തിൻ്റെ കാര്യം സംസാരിച്ചാൽ നമുക്ക് ഇപ്പോൾ ഉദാഹരണം ഹാരി പോട്ടറിൻ്റെ പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങൾ ഇന്ന ദിവസം ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ഹൈപ്പ് തന്നെ അവിടെ നമ്മൾ സൃഷ്ടിക്കാറുണ്ട്.
അങ്ങനെ ഒരു ഹൈപ്പ് സൃഷ്ടിച്ച ശേഷം ഒരു ദിവസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ കുറേ പുസ്തകങ്ങൾ ഒരുമിച്ച് വിറ്റഴിക്കുന്ന രീതിയാണ് ബഹുജന സംസ്കാരത്തിനകത്ത് നമുക്ക് ഉൾപ്പെട്ട് വരുന്നത്. ഇനി ജനപ്രിയത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ സാമൂഹികമായ അനുഭവങ്ങൾ പ്രകടിപ്പിക്കാനും പങ്കിടാനും ശ്രമിക്കാറുണ്ട്. പക്ഷേ ബഹുജന സംസ്കാരത്തിൽ അങ്ങനെയല്ല. അത് പ്രൊഫഷണൽ വ്യവസായങ്ങൾ സൃഷ്ടിക്കുകയും മീഡിയ ചാനലുകൾ വഴി വിതരണം ചെയ്യപ്പെടുകയുമാണ് അത് ചെയ്യപ്പെടുന്നത്. അത് ആൾക്കൂട്ടത്തെ രസിപ്പിക്കാനുള്ള ശ്രമം ആണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതുപോലെ അവരുടെ അത്യന്തികമായ ലക്ഷ്യം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക തന്നെയാണ്. ഇനി ജനപ്രിയത്തിനകത്ത് ജനങ്ങളുടെ സ്വാഭാവികമായ ദൈനംദിന താല്പര്യങ്ങൾ വേരൂന്നിയാണ് അത് വരുന്നതെങ്കിൽ ബഹുജന സംസ്കാരത്തിൻ്റെ പ്രത്യേകത പൂർണ്ണമായും വാണിജ്യവുമായി ബന്ധപ്പെട്ട് വാണിജ്യ സംസ്കാരം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പൊതുവെ സംസാരിച്ചാൽ ജനപ്രിയ സംസ്കാരം ഒരു സാധാരണ നിലയിൽ വന്നിട്ട് അത് പോപ്പുലറായി മാറുന്നതാണെങ്കിൽ ബഹുജന സംസ്കാരം അങ്ങനെയല്ല. ഒരു ബ്രാൻഡ് ചെയ്ത് ബഹുജനത്തിന് ഇന്നത് വേണമെന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ചില സൃഷ്ടികളാണ് നമ്മൾ ബഹുജന സംസ്കാരത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം.